10 വർഷത്തെ നിലവിലെ ഭരണത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒരു പോസിറ്റീവ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതിന്റെ അലയൊളികൾ കേരളം ഒന്നടങ്കം കേൾക്കുന്നുമുണ്ട്. അതിന് ഏറ്റവും വലിയ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. മാറ്റത്തിനായുള്ള ഈ ആഗ്രഹത്തിന്റെ അടയാളമായിട്ടാണ് ഈ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നത്. മുന്നണി മാറ്റം സംബന്ധിച്ച തലപുകയ്ക്കുന്ന ജോസ് കെ മാണിക്ക് മുന്നിൽ സോണിയാഗാന്ധിക്കും സതീശനും ശേഷം KC വേണുഗോപാലും എത്തുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നട്ടെല്ലാണ് KC വേണുഗോപാൽ എന്ന നേതാവ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരേ ഒരു നേതാവ്. അദ്ദേഹം മുന്നണി മാറ്റത്തിലേക്ക് ജോസിനെ ക്ഷണിക്കുകയാണ്. UDF-നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരട്ടതന്ത്രത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ചരിത്രയാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ വാതിൽ തുറന്നിടുകയാണ്. ഇവിടെ ജോസ് കെ മാണിയുടെ തിരിച്ചുവരവ് സംബന്ധിച്ച ഈ ഘട്ടത്തിൽ ഔദ്യോഗിക ചർച്ചകളോ ഉന്നതരുടെ ഇടപെടലോ നടന്നിട്ടില്ല എന്നും വേണുഗോപാൽ വ്യക്തമാക്കുന്നു. സോണിയാഗാന്ധി വിളിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്ക് പറയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എത്തിയത്. ആരെങ്കിലും സഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം അവരവരുടെ താല്പര്യം പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. ജോസ് കെ മാണി തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ UDF നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിന്റെ അദൃശ്യങ്ങളിലേക്ക് പോകാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ വിസ്മയമല്ലായിരുന്നു കേരളത്തിൽ. കേരള ജനത ഞങ്ങളെല്ലാം പറയുന്നത് പോലെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേരളമാകെ ഒരു വലിയ മാറ്റം, പോസിറ്റീവായ മാറ്റം ഉണ്ടാകണം, ജനങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം. 10 കൊല്ലം അവർ മടുത്തു. ആ മാറ്റത്തിൻ്റെ സൂചനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആ സൂചനകളുണ്ടാവും. ഇന്നത്തെ ആ സൂചനകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ മാറ്റവും. എന്താണ് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ? അഭ്യൂഹങ്ങൾക്ക് എങ്ങനെയാ മറുപടി പറയുക? അഭ്യൂഹങ്ങൾക്ക് എങ്ങനെയാ ഞാൻ മറുപടി പറയാ? അല്ല, ഞങ്ങളതിനകത്ത് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. UDF-ന്റെ ബേസ് വർദ്ധിപ്പിക്കാൻ 2 ഘടകങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഒന്ന്, UDF-വുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, UDF കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് UDF-ന്റെ ബേസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. ആ നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ഒരു ഘടകം. രണ്ടാമത്, UDF-ന്റെ ഈ ഒരു ചരിത്രപരമായ യാത്രയിൽ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുമ്പോഴല്ലേ ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ അറിവില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചയൊന്നും ഔപചാരികമായിട്ട് ആരുമായിട്ടും നടത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാനും പത്രവാർത്തകൾ കേട്ടു. സന്തോഷം വാർത്ത കേൾക്കുന്നതിൽ. ഞാൻ അറിയാതെ ഇടപെടുകയൊക്കെ ചെയ്യുക. അങ്ങനെയല്ല, എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുമില്ല ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഞങ്ങൾ വളരെ ക്ലിയറാണ്. UDF നല്ല വിജയത്തിൻ്റെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. തീർച്ചയായിട്ടും UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതുകൊണ്ട് അഹങ്കാരത്തോടെയുള്ള വർത്തമാനമൊന്നുമല്ല. ഞങ്ങളുടെ നിലപാടുകളിലും ഞങ്ങളുടെ യാത്രയിലും കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരാരുണ്ടായാലും അവരും അപ്പോൾ പറയട്ടെ. അന്നേരമല്ലേ ഞങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ തീരുമാനം എടുക്കും. ആഗ്രഹിച്ചു വന്നാൽ ആ തീരുമാനം അപ്പോൾ പാർട്ടി ഒന്നിച്ച് എല്ലാവരും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്നാലോചിക്കും എന്താണ് അതിനകത്തുള്ളൊരു പേര്. ഇപ്പോൾ ആ ചർച്ച ഞങ്ങളുടെ മുന്നിലില്ല. ആ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉറപ്പായിട്ടും പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്നാട്ട് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? ആ ഒന്നിച്ചിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരിക.